ഹേ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താണെന്നറിയോ, നമ്മൾ ഹോസ്റ്റലിൽ നിന്ന് റൂം ചേഞ്ച് ചെയ്യുന്ന വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ നമ്മൾ ഫസ്റ്റ് ഇയർ വന്നപ്പോൾ തന്നെ നമുക്ക് താഴെയായിരുന്നു സിസ്റ്ററിൻ്റെ എന്ന് വെച്ചാൽ സിസ്റ്ററിൻ്റെ ഓപ്പോസിറ്റ് റൂം, താഴെയായിരുന്നു നമുക്ക് റൂം. അപ്പോൾ നമ്മൾ സെക്കൻഡ് ഇയേഴ്സ് ആയി. അപ്പം ജൂനിയർ പിള്ളേർ വരുന്നതിനെ കൊണ്ട് നമ്മൾ മുകളിലേക്ക് മാറി കൊടുക്കുന്നുണ്ട്. അപ്പം ഇതൊരു റൂം ഷിഫ്റ്റിങ്ങിൻ്റെ വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ മുകളിലേക്കാണ് നമുക്ക് മാറണത്. മുകളിലൊരു രണ്ടാമത്തെ റൂമായിട്ട് വരും കേട്ടോ. അത് നമുക്ക് കിട്ടിയത്. ഇപ്പോൾ നമ്മൾ അവിടെ എല്ലാം ചെന്ന് നല്ലയുണ്ടല്ലേ, ഇവിടെ കാണാൻ വരാന്നില്ല മാതാവിൻ്റെയൊക്കെ രൂപം. അങ്ങനെ നമ്മൾ റൂമിലെത്തി. റൂമെന്ന് പറയുമ്പം ഇവിടെ ഫുള്ള് നമ്മൾ ക്ലീൻ ചെയ്തെടുക്കണം, ലൈക്ക് തൂക്കണം, തുടയ്ക്കണം, പൊടി അടിക്കണം, എല്ലാം നമ്മൾ തന്നെ ആക്കണം. അങ്ങനെ നമ്മളങ്ങനെ പരിപാടിയെല്ലാം സ്റ്റാർട്ട് ചെയ്ത്. അത് ഒരു നല്ല ചൂലും ഒരു പെയിൻറ്റിങ് ബ്രഷ് പോലുള്ളൊരു ചൂലും ഉണ്ട് കേട്ടോ നമ്മുടെ കയ്യിൽ. അങ്ങനെ നമ്മൾ എന്താ പറയുക, 4 ആൾ വന്നിട്ട്, ഒരാൾ കോളേജിൽ പോയി, പിന്നെ ഒരാൾ നമ്മുടെ കൂടെ നിൽക്കുന്നത് അവൾക്ക് സംസാരിക്കാനും കഴിയൂല, കേൾക്കാനും കഴിയൂല, അവളെ കൂട്ടിയിട്ടില്ല. അപ്പം നമ്മൾ 4 ആൾ വന്നിട്ട് ഇവിടെ എല്ലാം ക്ലീൻ ആക്കുന്നുണ്ട്, പൊടിയെല്ലാം അടിക്കുന്നുണ്ട്. നല്ല പൊടിയുണ്ട് കേട്ടോ, നല്ല ചവറുള്ളൊരു റൂമായിരുന്നു. അത് നമ്മൾ പൊടിയെല്ലാം അടിച്ച് തുമ്മി ഒരു വഴിക്കായേ. അതിനുശേഷം ഈ റൂമിലെന്ന് പറഞ്ഞാൽ കുറച്ച് സ്പേസ് കുറവാണെന്ന് പറയുമ്പോൾ നമ്മുടെ പഴയ റൂമിൽ കഥക് സെൻറ്ററിലാണ് വരുന്നത്. അതിനെക്കൂടെ നമുക്കിങ്ങനെ 3 ബെഡ് തന്നെയാണ് 2 സൈഡിലും. ഇവിടെ അങ്ങനെ തന്നെ ഇടേണ്ടത്, പക്ഷേ ഇവിടെ ഒരു സൈഡിൽ നല്ല സ്പേഷ്യസും ഒരു സൈഡിൽ കുറച്ച് സ്പേസ് കുറവ്, അതായത് സൈഡിൽ കതവ് വരുന്നതിനെ കൊണ്ട് കേട്ടോ. അപ്പം ഇങ്ങനെ നമുക്ക് കബോർഡെല്ലാം ഉണ്ട്. പക്ഷേ ഇവിടുത്തെ ഒരു കബോർഡിന് സ്റ്റാൻഡില്ല. അതിനെക്കൂടെ നമുക്ക് പിന്നെയും കുറച്ച് സ്ഥലത്തിൽ കുറച്ച് അകത്തി ഇടാം. പക്ഷെ ബാക്കിയുള്ള റൂമിലെല്ലാത്തിനും ഈ സ്റ്റാൻഡിൽ കൊണ്ട് ഏതെങ്കിലും 2 ബെഡ് ഡോറ് വരുന്ന സൈഡിൽ അടുപ്പിച്ചിടേണ്ടി വരും. നമുക്ക് അങ്ങനത്തെ സീനില്ല. അങ്ങനെ സിസ്റ്ററൊക്കെ വന്ന് നമുക്ക് ബെഡൊക്കെ ഇതാക്കി തരുന്നുണ്ട്. അവിടെ കിടക്കുന്ന ബെഡെല്ലാം മാറ്റിയിട്ട് നമ്മൾ നേരത്തെ ഇട്ടിരുന്ന ബെഡൊക്കെ താഴെ നിന്ന് ചുവന്ന് കൊണ്ടുവരണം. അതിനുശേഷം നമ്മൾ എന്താക്കി തൂത്തെല്ലാം കഴിഞ്ഞിട്ട് നമ്മളെന്താ താഴെ പോയിട്ടോ വെള്ളമെല്ലാം എടുക്കാനായിട്ട്. അങ്ങനെ ഇത് നമുക്ക് ചൂടുവെള്ളം കിട്ടുന്നൊരു സ്ഥലം കേട്ടോ. അപ്പം ഹീറ്ററല്ലേ നമ്മുടെ ടോയ്ലറ്റാണ് കേട്ടോ. അപ്പോൾ നമ്മൾ പോയിട്ട് വെള്ളമെല്ലാം അവിടെ നിന്ന് എടുത്തിട്ട് വന്നേ. അതിനുശേഷം നമുക്ക് തുടയ്ക്കാൻ മോപ്പ് വേണം. പക്ഷെ നമ്മൾ മോപ്പ് അന്വേഷിച്ച് തന്നപ്പം ഇവിടെ തുടയ്ക്കുന്ന ചേച്ചി ഇവിടെ തുടച്ചുകൊണ്ടിരിക്കുകയാണ് മോപ്പ് വെച്ച്. നമുക്ക് മോപ്പ് കിട്ടിയില്ല, നമുക്ക് വൈപ്പർ മാത്രമേ കിട്ടിയിട്ടുണ്ടായുള്ളൂ. അപ്പം നമ്മൾ എന്താക്കിയെന്നറിയോ, നമ്മുടെ റൂമിൽ ഇത് കണ്ടോ, ഇവിടെ ബബ്ലൂസ് നാരങ്ങയുണ്ട്, ബബ്ലൂസ് നാരങ്ങ. അങ്ങനെ ഇത് നമ്മുടെ പഴയ റൂമാട്ടോ, നമ്മൾ നിന്ന റൂം ഇതാണ്. അപ്പം ഇവിടെ കണ്ടോ നല്ല സ്പേസ് ഉണ്ട്, ഓരോ കബോർഡിനും ഇങ്ങനെ സ്റ്റാൻഡ് ഉണ്ട്. ഈ 2 സൈഡും ഈക്വലാണ്, നടുക്കാണ് ഡോറ് വരുന്നത്. പക്ഷെ മുകളിൽ അങ്ങനെ അല്ല, കുറച്ച് സൈഡിലേക്ക് ഡോറ് വരുന്നതിനെ കൊണ്ട് കുറച്ച് സ്പേസിൻ്റെ ഇഷ്യൂസൊക്കെ ഉണ്ട് കേട്ടോ. അത് ഡോണയാണ്, അവൾ അങ്ങനെ മൂടി പൊതിച്ചുറങ്ങുന്നത്. അങ്ങനെ നമ്മൾ റൂമിൽ വന്ന് ഇവിടെ അരിനെല്ലിക്കൊക്കെ ഉപ്പിലിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ, ഇവിടെ ഉണ്ടായത്. റൂമിൽ വന്നിട്ട് നമ്മളിങ്ങനെ തറ തുടയ്ക്കുന്നൊരു തുണിയുണ്ട്, അതും എടുത്ത് തൂത്തുകോരി എടുത്ത് മൂപ്പും എടുത്ത് വെള്ളമൊക്കെ ആയിട്ട് മുകളിലേക്ക് പോവാട്ടോ തുടയ്ക്കാനായിട്ട്. ഇനി നമ്മുടെ ഡെയിലി സ്റ്റെപ്പ് കയറണം ഗൈസ്. വലിയൊരു ചടങ്ങാണ്. നമുക്ക് മുകളിൽ തീരെ താല്പര്യമില്ല, പക്ഷെ പുതിയ പിള്ളേർ വരുമ്പോൾ നമ്മൾ മാറിക്കൊടുക്കണം. ഞങ്ങളുടെ സീനിയേഴ്സ് ഞങ്ങൾക്ക് വേണ്ടി മാറി തന്നില്ലേ, അതേപോലെ. അങ്ങനെ നമ്മൾ അവിടെ എത്തി, ഇങ്ങനെ തുടപ്പ് തുടങ്ങിയിട്ടോ. പക്ഷേ ഇത് മോപ്പില്ലാതെ ഈ വൈപ്പറിനകത്ത് തുണിയിട്ട് തുടക്കുന്നതിനെ കൊണ്ട് വലിയ സുഖമുള്ള തുടപ്പൊന്നും അല്ലായിരുന്നു കേട്ടോ. അപ്പം ഇങ്ങനെ കുറച്ചൊരു ടാസ്ക് ആയിരുന്നു. അങ്ങനെ അതെല്ലാം തുടച്ച് വൃത്തിയാക്കി എടുത്തു. നമ്മളെല്ലാവരും മാറി മാറി കേട്ടോ തുടച്ചത്. അങ്ങനെ എല്ലാം കഴിഞ്ഞ് നല്ലോണം ക്ഷീണിച്ചിട്ടോ എല്ലാവരും. അതിനുശേഷം പക്ഷെ നല്ലതുണ്ട്, പുറത്തുനിന്ന് ഇങ്ങനെ വെളിച്ചമൊക്കെ ഉള്ള ഒരു റൂമാണ്. അതിനുശേഷം നമ്മളിങ്ങനെ പോയി നമ്മുടെ സാധനങ്ങളെല്ലാം താഴെ തൂക്കിയിട്ട് വരുന്നതാണ് കേട്ടോ. കുറേ ഉണ്ടായിരുന്നു, എല്ലാം നമ്മൾ കൊണ്ടുവന്നു. അത് കുറേ നടന്നു കേട്ടോ. അപ്പോൾ കാലിനൊക്കെ നല്ല വേദനയുണ്ട്. ഞാൻ ഈ വോയിസ് ഓവർ കൊടുക്കുന്ന സമയത്ത് അങ്ങനെ വന്നു. അപ്പം താഴെ കുറേ സ്പേസിലെന്നെ കൊണ്ട് എല്ലാ സാധനങ്ങളും ഇങ്ങനെ നിരത്തി വെക്കാൻ കഴിയും. പക്ഷേ ഇവിടെ അങ്ങനെ അല്ലാത്തതിനെ കൊണ്ട് കുറേ സാധനങ്ങൾ ഇങ്ങനെ മടക്കിയിട്ട്, ബെഡ്ഷീറ്റൊക്കെ ഇല്ലേ മടക്കിയിട്ട് ബാഗിൽ വെക്കാൻ പറ്റുന്നതൊക്കെ ബാഗിൽ വെച്ചു. എക്സ്ട്രാ വരുന്ന സാധനങ്ങളെല്ലാം ജസ്റ്റ് ഒരു ചെറിയ ഫ്രെയിമൊക്കെ ചെയ്യുന്നുണ്ടെന്ന് പറഞ്ഞില്ല. അപ്പോൾ ഇവിടെ കൊടുക്കാൻ കുറച്ച് ഫ്രെയിം കൊറിയർ അയച്ചൊരു ബോക്സ് ഉണ്ടായിരുന്നു. അപ്പോൾ അതിലേക്ക് താത്ത് വെച്ചു കേട്ടോ. ഈ സാധനത്തിനൊക്കെ കൊക്കിനൊക്കെ അതിലേക്ക് താത്ത് വെച്ചിട്ട് ഞാനിങ്ങനെ ബെഡിനടിയിലേക്കൊക്കെ എടുത്ത് വെച്ചു. കുറച്ച് അങ്ങനെ വെക്കാൻ കഴിയുള്ളൂ. കുറച്ച് ക്യാരി ബാഗൊക്കെ വാങ്ങണം. അപ്പം അങ്ങനെ പരിപാടിയെല്ലാം കഴിഞ്ഞ് എല്ലാം ഒതുക്കി പറക്കി ബെഡ്ഷീറ്റൊക്കെ വിരിച്ചെല്ലാം സെറ്റാക്കി. അങ്ങനെ നമ്മുടെ റൂം ഇതാണ് നമ്മുടെ റൂം. അപ്പോൾ കണ്ടോ, പക്ഷേ സ്പേസ് ഇഷ്യൂസ് ഉണ്ട്, നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവും. ഇവിടെ കണ്ടോ, ഇത്ര അടുപ്പിച്ചാണ് 3 ബെഡ് വരുന്നത്, കാരണം അവിടെയാണ് ഡോർ കയറുന്നത്. ഇപ്പം ഇപ്പുറത്തെ സൈഡിൽ നല്ല സ്പേസ് ഉണ്ട്. അപ്പം 3 പേര് വെച്ചിട്ടാണ് കേട്ടോ, ഓരോ റൂമിൽ 6 പേരും. അത് അങ്ങോട്ടും ഇങ്ങോട്ടും. ഓക്കെ, ബൈ.